ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു പിക്നിക് പ്ലാൻ ചെയ്തതാണ്. സാധാരണ നമ്മുടെ റൂമിൽ നിന്ന് തന്നെയാണല്ലോ കൂടുതൽ ഫുഡ് കഴിക്കില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് റൂമിൽ നിന്ന് കുക്ക് ചെയ്യാൻ ഏതായാലും സമയം കിട്ടിയില്ല, പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും പാർക്കിൽ പോയി മാറ്റൊക്കെ വിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാനാണ് പ്ലാൻ. കുറച്ച് കൂൾ ഡ്രിങ്ക്സും പിന്നെ സ്നാക്സും കുറച്ച് ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ പിക്നിക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങാൻ വന്നതാണ്. പിന്നെ ഇനി ഫുഡ് വേറെ പോയി ഓർഡർ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻസ്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് പർച്ചേസിങ് മാരകമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡൊക്കെ വാങ്ങണം, അതാണ് മെയിൻ ടാസ്ക്. ഫുഡ് ഞങ്ങൾ പിസ്സ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ ചില്ലി പിസ്സ ലാറ്റ്വിയയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പിസ്സ ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യുകയാണ്. എന്തായി, ഫുഡ് ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്തു. അപ്പോൾ ബാക്കി ഫുഡ് വന്നിട്ട് കാണാം. അങ്ങനെ പിസ്സ വന്നു ഗൈസ്. അപ്പം മെല്ലെ പാർക്കിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ചില്ലി പിസ്സന്ന് പിസ്സ വാങ്ങി മെല്ലെ വിടട്ടെ. ഇനി അടുത്ത പാർക്ക് ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. വി ഹാവ് ടു ഫൈൻഡ് ഗുഡ് പ്ലേസ് ടു സിറ്റ്. ഞങ്ങളൊരു പാർക്കിലെത്തിയാണ്. എന്തായാലും നല്ല ആംബിയൻസ്, കുറേ പേരുണ്ട്. നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് മെല്ലെ പായ വിരിക്കുകയാണ്. ഇതാണ് പാർക്ക്. ഞങ്ങൾ മെല്ലെ നല്ല ലൊക്കേഷൻ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടാണ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഞങ്ങളെ തുണി വിരിക്കട്ടെ. പൈസ എടുത്തോ. എല്ലാം ഇവിടെ ഞങ്ങൾ മെല്ലെ തുടങ്ങി. അത് നല്ല വലിപ്പമുണ്ടല്ലോ പൈസ. അയ്യോ, അപ്പോൾ മെല്ലെ ഫുഡൊക്കെ കൊണ്ടുവരല്ലേ. ഓരോന്നോരോന്ന് എടുത്തോ, വാ. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒരു BMW പോകുന്ന പോകാവും മോനെ സീന് അടിപൊളി. അങ്ങനെ മെല്ലെ നമ്മൾ പിസ്സയൊക്കെ പൊട്ടിച്ച് നോക്കട്ടെ. വാവ്, മലാജിയത്ത് സൂപ്പർ. ഫാന്റാസ്റ്റിക്. ഇത് രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ. കാണുന്നില്ലേ? അടിപൊളിയാണ്. ഇതാണ് മുഖമുഖ സീൻ സാധനം. ഇത് യാലപ്പീനോൻ്റെ ബൈറ്റ്സ്. ഇത് മ്യൂസിക് പായസേ, മ്യൂസിക് വേണ്ടേ. ഇത് കോള. ഇതെന്താ അറിയോ, ഇവിടെ അല്ലേ തന്നെ ഇവിടെ തണുപ്പാ, അതിലൊക്കെ ഈ ഫാന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ സാധനങ്ങൾ. പിന്നെ ഇതാ ഒരു മൾട്ടി ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക്. പിന്നെ യൂനോ കാർഡ്സ്. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് അടിച്ച് കയറ്റിയിട്ട് ഇനി കുറച്ച് നേരം ഇവിടെ കളിച്ച് പിന്നെ കിടന്നുറങ്ങും. പിന്നെ എപ്പം വീട്ടിൽ പോകാനാ, സെറ്റാക്കാം. അപ്പം മെല്ലെ തുടങ്ങിയാലോ നമ്മൾ. പിസ്സ എടുക്കട്ടെ. ഞാൻ തന്നെ ഫസ്റ്റ് ഒരു പിസ്സ, എന്താ പറയുക, ചൂട് തണിയുന്നതിന് മുന്നേ ഒന്ന് കഴിച്ചു നോക്കാം. ഇല്ലല്ല, ചൂടൊക്കെ തണിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നപ്പോഴത്തേന് ചൂടൊക്കെ ഒരു പരിവായി. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. കണ്ണട വേണ്ടല്ലേ, നിങ്ങളെല്ലാവരും കണ്ണട വരി. റൊട്ടി പൊട്ടിക്കണ്ട. അപ്പോൾ അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 2 ടൈപ്പ് പിസ്സ വാങ്ങിയാണ്. ഇതിൻ്റെ പേരൊക്കെ എന്താന്ന് പറഞ്ഞാൽ? മാർഗരീറ്റ്, പിക്കാൻഡ, അങ്ങനത്തെ 2 ടൈപ്പ് വാങ്ങി. മാർഗരീറ്റ എന്താ പറയുക, ചീസ് മാത്രം, ചീസും പിന്നെ എൻ്റെ ടൊമാറ്റോ സോസും. അതും എന്തായാലും നല്ല ആംബിയൻസ് ഉണ്ട്. എല്ലാവരും ഇതേപോലെ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ കഴിക്കേണ്ട ചുറ്റിൽ. പിന്നെ ഇവിടുത്തെ വൃത്തി ഉണ്ടില്ലേ, ഒരു പൊടി അങ്ങനെയല്ല, ഈ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഒന്നും കാണില്ല. ഇവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു പാർക്ക് കാണാൻ പോലും കിട്ടൂല. അതാണ് ആ ഒരു ഡിഫറൻസ്. ഇവിടെ ആർക്കും ആരെയും നോക്കാൻ പോലും സമയമില്ല. നമ്മളെ കാര്യം നോക്കി എന്ത് വേണേലും ചെയ്യുക. അങ്ങനെ പിന്നെ ഇവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ പിസ്സയൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ച്. യൂനോ കാർഡ്സൊക്കെ അത് അവിടെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ യൂനോ കാർഡ്സൊക്കെ കളിക്കാം. അവിടെയൊക്കെ വെയിലും കൊണ്ടും കണ്ട ആൾക്കാർ കിടക്കുക. അടിപൊളി, നൈസ് സ്ഥലം. അങ്ങനെ ഫസ്റ്റ് കളി ഞാൻ ജയിച്ച്. എൻ്റെ കാർഡ് മൊത്തം ഞാൻ തീർത്ത്. വേറെയൊക്കെ എന്ത് കഥ, ഇവർക്കൊന്നും കളിക്കാറിയില്ല ഗൈസ്. ഇപ്പോൾ ഏകദേശം ഇവിടെ 9 മണിയായി. പക്ഷേ സൂര്യൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ 10:30 എങ്ങനെയാണ് സൺസെറ്റ്. അപ്പോൾ അതുവരെ സൂര്യൻ ഇങ്ങനെ ഉണ്ടാവും. പാർക്കിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ജയിച്ചല്ലോ. എൻ്റെ ഒരു 3 ആളോടും കളിയൊക്കെ തീർത്താണ്.
കളി കഴിഞ്ഞില്ലേ ഗായ്സ്? ആ നന്നായി. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്നാക്സ് എടുത്ത് പൊട്ടിച്ച്. ഇനിയിപ്പോൾ ഇതും കൂടി തിന്ന് തീർക്കട്ടെ. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. ഡ്രിങ്ക്സൊക്കെ തീർത്താവോ? അത് ഫായ്സിൻ്റെ പുതിയ നൈക്കിൻ്റെ ഷൂ ഓഫറിന് കിട്ടിയപ്പോൾ വാങ്ങിയ അങ്ങനെ ഒലിവ് കിളിക്ക് ഒരു ഇത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ആ അതാ തിന്ന്. എൻ്റെ അമ്മ അത് ഒറ്റ കൊത്തിന് തീർത്ത്. ആ ഇരുന്നോട്ടെ, നമ്മൾ കളിപ്പിക്കാം അവിടുന്ന്. അടുത്ത കാണിച്ചിട്. ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റും. കേറിയിരിക്കാൻ വായിസ് കേറിയിരുന്നോ? ഇല്ല പോ, എനിക്ക് തിന്നാണല്ല, എനിക്ക് കൊടുക്കണ. നെക്സ്റ്റ് ഗെയിം വാശിയേറിയ പോരാട്ടം. ആര് ജയിക്കും? വായിസ ഇട്. ഇവളത് കഴിഞ്ഞാ +2. അവരവിടെ ഇങ്ങനെ യൂനോ കാർഡ്സും കളിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ മെല്ലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. അതവിടെ ബാഡ്മിൻ്റണൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അതവിടെ നല്ല പൂവൊക്കെ വിരിഞ്ഞ അടിപൊളി നൈസാണ്. ഇപ്പോൾ ഈ പച്ചപ്പൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. പൂവൊക്കെ കണ്ട പ്ലാസ്റ്റിക് പോലെ ഉണ്ട്, പക്ഷേ ഒറിജിനൽ സാധനമാണ്. ഏതാ സൈസിൻ്റെയൊക്കെ. പിന്നെ ഈ ലാറ്റ്വിയയിലെന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ റഷല്ല. പിന്നെ ഒരു ഇത് ഈ പാർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് എവിടെ പോയാലും ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനത്തെ ഒന്നും ഒരു സീനേ ഇല്ല. അടിപൊളിയാണ് മൊത്തത്തിൽ. പിന്നെ കണ്ണൊക്കെ സൂര്യൻ അടിച്ചിട്ട് പാർക്കൊക്കെ ഏതായാലും അടിപൊളി. സമ്മറാണ് മെയിൻ അടിപൊളി സംഭവം. നല്ല വൈബുണ്ട് ഇവിടെ. പാട്ടും കേട്ട ഇങ്ങനെ യൂനോ കളിച്ചിരിക്കുക സെറ്റ്. ഇപ്പോൾ കുറേ നേരമായി കളിക്കണം. പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നൈസ്. അടുത്ത കാർഡ് ഇട്ട് സെറ്റല്ലേ ഗായ്സ്? എല്ലാവരും കളിയിൽ മൂർഗിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പച്ച അല്ലേ? എടാ അഭിനയിച്ച് നിൽക്കാൻ പഠിക്കണോടാ. ആരാ സ്കിപ്പ്? അശു കളി. ഞാൻ 6 വേണേ 8 കൊടുത്തോ, പണി കൊടുക്ക്. ഇന്റെ ഈ സാധനം തന്നെ വേണ്ടേ? അല്ലെ വൈൽഡ് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. 4 എടുത്താ പോരെ? 2, 4, 5 കണക്കൊന്നും ശരിയാവുന്നില്ലല്ലോ കുട്ടങ്ങളെ. കാടൊക്കെ കൂടി വരികയാണല്ലോ. ആരാ പറഞ്ഞതിന് കളറ്? അവനാ പറയണ്ടേ? നോക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ട്, എന്തായാലും ഉണ്ടാവും. ഒന്നും ഇവിടെ കണ്ടീനോ? ഇതിനും ഇടയിൽ കൂടെ കാണുന്നില്ല. 10 വരെയൊന്നും കാടുണ്ട്. ഫായ്സിന്റെ റെഡ് ഇല്ലാന്നോ? എന്നാ ഒന്നുകൂടെ എടുത്തോ. ഞാനാ? ഓ ഇതിങ്ങനെ റൗണ്ടായില്ലേ? പൊളി. +2 എടുത്തോളി. +2 +1 ഒക്കെ. പിന്നെ 6 ഇത് കള്ളക്കളി. 3 എടാ വീഡിയോ ആക്കിയപ്പോത്തിന് ഞാനിവിടെ കാണുന്നുണ്ട്. ഇത് കഷ്കലൊന്നും ശരിയല്ല. പുതിയ കളി തുടങ്ങിയാലോ? അത്ര അഹങ്കാരം. ഇവിടെ 2 പ്രാവശ്യം ജയിച്ച എനിക്കില്ല അത്ര. പിന്നെ 2 പ്രാവശ്യം ഇവിടെ വമ്പ വിജയം വിജയിച്ചാ. കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവാം. ഏകദേശം ലൈറ്റൊക്കെ പോയാണ്. ഫായ്സ് വാ, ഇവിടെ നോക്കാം. ഈ പൂവിൻ്റെ അടുത്ത് ഫായ്സിൻ്റെ മാരകമായ ഫോട്ടോഷൂട്ടൊക്കെ ഐസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെറ്റാ. ഒരുപാട് കിളികളത് പറന്നു പോകുന്ന അടിപൊളി. ഏകദേശം സൺസെറ്റ് ആവാനായി. ലൈറ്റൊക്കെ പോയി തുടങ്ങി. പിന്നെ ഈ ഒരു മരം നല്ല ഭംഗിയുണ്ട് കോർണറിൽ. ഇവിടെ നേരത്തെ ഉണ്ടായവരൊക്കെ എണീറ്റ് പോയി. അങ്ങനെ ഞങ്ങളുടെ പിക്നിക്ക് ഏകദേശം ഇപ്പോൾ അവസാനിപ്പിക്കും. ഇനി നേരെ
ഓൾഡ് ടൗണിലൊന്ന് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കൂടി കഴിച്ച് നേരെ റൂമിലോട്ട്. ശരി, പട്ടി തോടി കളിക്കണം. ഫാനും അടിച്ച് നടക്കണം, നിന്നെ സമ്മതിക്കണം. എന്തിനാണ് ഈ തണുപ്പത്ത് ഇത്ര കാറ്റ്? പിന്നെ പൊളി. ഏത് 22 മാറി, ഇപ്പൊ സൂര്യനൊക്കെ പോയി. ഇനിയും കളിയാ? ആ, ഒന്ന് നടക്കട്ടെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു പെറ്റ് ഉണ്ടാവും, ഒരു ഡോഗ്. ഒന്ന് മിനിമം ഉണ്ടാവും, അതിൽ കൂടുതലെങ്കിലേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല രസം. അവരെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കാനൊക്കെ വരും അവർ. അടിപൊളി സ്ഥലം. മറ്റൊരാടെ കളിച്ചോണ്ട് നിൽക്കുന്ന അവിടെ. ഫുൾ പച്ച മരങ്ങളിടയിൽ ഒരു ബ്ലാക്ക് മരം, മെറൂൺ കളറാണ് അതിൻ്റെ ലീഫ്. ഒരു വേറെ തന്നെ ഒരു വൈബ്. കഴിഞ്ഞില്ലേ, നിർത്താനായില്ലേ? പോരെ, മൈൻഡ് ചെയ് പോരെ. വായിസ് തോറ്റോ? എത്താവാ ഇത്? കളിക്കാൻ അറിയില്ലെങ്കിൽ കളിക്കാൻ വെക്കണോ? കഥ തന്നെ. എന്താ വായിസ് നീ പറഞ്ഞേ? എന്താ അനശ്വരെല്ലാം തോറ്റ് നിൽക്കാല്ലേ? പാവോ. മൗന പ്രാർത്ഥന ചെയ്യുന്ന സെറ്റാക്കാം. കാലൊന്നും വേദന പറഞ്ഞിട്ട് കാര്യമില്ല. അത് കളി. നല്ല പാട്ടും കേട്ട് ഏതാ മൂഡ്? പൊളി സെറ്റല്ലേ? ഇവര് നമ്മളെ കൂടെ വന്നാ ഓരൊക്കെ എണീറ്റ് പോയിട്ടോ. തണുപ്പ് കൂടിയ നമ്മക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയാണ്. ശരിയല്ല, ഒരു വെള്ളം എവിടെയും പോരെ. ആണ് ഈ തണുപ്പത്ത് ഫാനൊക്കെ ഉണ്ടെങ്കിൽ വീശന് കാര്യം. ആക്ടിങ് ഇതൊക്കെ ഇതിൽ വരും കേട്ടാ, സ്ലോഗില് ചില്ലാക്കി. അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. മതി. എത്ര എണ്ണായി? 6 എണ്ണം. ഒന്നുകൂടെ. നല്ല ലാറ്റ്വിയയിൽ ഒരു പാർക്ക് വന്നിട്ട് ഹിന്ദി പാട്ട് വിട്ടുകണ്ട് വൈബ് തന്നെ. വീഡിയോ റോളിംഗ് ആണ്. വായിസേ അലമ്പാക്കല്ലേ? വായിസ കളി എന്നാ കളി. ആ, നല്ല ഷഫ്ലിംഗ് ആണ്. ഒന്നും പോലും മര്യാദക്കുള്ള കിട്ടിയില്ല. രണ്ടെണ്ണം കൂടെ. മറ്റെന്താ പറയുന്നത്? സാധനം എന്താ പറയുന്നത്? യുവനോ കോട്ട് അതൊന്നും അറിയില്ലേ? ആണോ? ഇതാണോ? അടിപൊളി സാധനം. രണ്ടെണ്ണം എടുത്തോ. ആദ്യമായിട്ട് 6 എണ്ണം കിട്ടണേ. കൊറേ നേരം തിരിച്ചു കിട്ടിയതാ. 8 എണ്ണം 2 2 4. ഞാനാ? ഭാഗ്യം. ഒരു റെഡ് ഉള്ള. നീ ഇല്ല, നീ ഇട്. ഞാൻ കാർഡ് ശ്രദ്ധിക്കില്ല. ഞാൻ ഇത് അത്ഭുതം. നമ്മളിപ്പോ പറഞ്ഞിട്ടോളൂ ഒറ്റൊന്നും എല്ലാം പൊട്ടിയാണ്. അടുത്ത ഞാനല്ലേ? യുവനോ? അനശ്വര ജയിച്ചു ഗൈസ്. ഞാനാ? ഇതിട്ടാ കളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. ആ, ഇതൊന്നും പെടാത്തല്ലേ? ആ, അങ്ങനെ ചോദിക്കാം. മിക്കാരും വേണ്ട. ഞാൻ ജയിച്ചു ഗൈസ്. സെക്കൻഡ് മഞ്ഞ. ഓളുണ്ട്. നീ എന്നോട് പായസ് പിന്നെ തുന്നം പാടുകയാണ് ഗൈസ്. എത്ര പായസ തോൽക്കാൻ ഇനിയും പായസത്തിന്റെ ജീവിതം ബാക്കി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ പിക്നിക്കിന് വന്നവർ എല്ലാവരും എണീറ്റ് പോയി. ഏകദേശം തണുപ്പൊക്കെ വന്നാണ്. അപ്പോൾ എന്തായാലും വൈബായിരുന്നില്ലേ? അടിപൊളിയല്ലേ? ആ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ തിരക്കിയാണ്. ഇനിയിപ്പോൾ കുറച്ച് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ റൂമിലോട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം കൂടി ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ ഇവിടുന്ന് ഏതായാലും പോവാ. എല്ലാവരും ടാറ്റ കൊടുത്താ ബൈ. ഏകദേശം സൺസെറ്റായി. പിന്നെ അതാണ് ഇവിടെ ഒരു കത്തീഡ്രലാണത്, റിഗ നേറ്റിവിറ്റി ഓഫ് ക്രിസ്റ്റ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന് പറയും. അതിൻ്റെ മുകളിലത് ഗോൾഡ് പ്ലേറ്റഡാ. അത് സൂര്യൻ അവിടെ അടിക്കുമ്പോൾ നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ മിന്നും. ഇതാണ് ഇവിടെ ഒരു ഓൾഡ് ടൗണിലേക്ക് പോകുന്ന വഴിയായത്. നല്ല പഴയ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നൈസാണ്. ഇതാണ് ഓൾഡ് ടൗണിലേക്കുള്ളൊരു എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് മെയിൻ. അപ്പുറം ഇവിടെ ഈ ലാറ്റ്വിയൻ വാറിൽ മരിച്ച പോലെ മെമ്മോറിയലായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 42 മീറ്റർ ആയിട്ട് അതിന് ഹൈറ്റ്. ഇവിടെ നിന്നാണ് ഒരുവിധം പല പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറ്, ഇൻഡിപെൻഡൻസ് ഡേയും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓൾഡ് ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ ഈ സമ്മർ ആയതുകൊണ്ട് നല്ല ആൾക്കാരാണ്. അതിവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഷെയിൻ്റെ ഔട്ട്ലെറ്റാണ്. അത് കഴിഞ്ഞ ദിവസമൊക്കെ പണിയിലായിരുന്നു, ഇന്ന് അത് ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് ക്ലോസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇന്നെന്തായാലും അടിപൊളിയായി. കുറേ കാലം ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങോട്ടെങ്കിലും ഒന്ന് പിക്നിക്കിനൊക്കെ പോകണം എന്നൊക്കെ. സ്ഥിരം കാണുന്ന സ്ഥലമാണ്, പക്ഷെ നമ്മൾ അതിനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാ. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. പിക്നിക്കിന് വന്നവർ അടിപൊളിയായെന്ന് പറയാം. ഒരു മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി. കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് എന്തായാലും അടിപൊളി. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൾഡ് ടൗൺ ഒന്ന് ഇറങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഏകദേശം വീഡിയോ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് മെഗ്ഡി കയറി കൊണ്ടുപോകല്ലേ. ഇതിൻ്റെതാണ്, ഇതിൻ്റെ പിസ്താഷ്യോൻ്റെ ഐസ്ക്രീം, പിന്നെ ഷേക്കുകൾ, ചോക്ലേറ്റ് സ്ട്രോബെറി, പിന്നെ ചോക്ലേറ്റ്. അങ്ങനെ മെഗ്ഡിന്ന് എന്താ പറയുക ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നേരെ റൂമിലോട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു പിക്നിക്കിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. പിന്നെ എന്തായാലും ഇതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അങ്ങനെ ഇറങ്ങിയതാണ്. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.